വേറൊരു ചോദ്യം, എനിക്ക് 26 വയസ്സുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലാതിരിക്കുമോ? പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കേട്ട് പഠിക്കുന്നുണ്ട്, തജ്വീദ് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നാണ്. സഹോദരങ്ങൾ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകളും ദീനിൻ്റെ പല കാര്യങ്ങളിലും മുന്നിലൊക്കെ നിൽക്കുന്ന പലർക്കും ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു ന്യൂനത പലരിലുമുണ്ട്. ഒരു പക്ഷേ ഒരുപാട് പ്രായമായതുകൊണ്ട് പലർക്കും ഒരു നാണാണ്, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിന് ഓതിപ്പടിക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ പോലും കൃത്യമായി തെറ്റാതെ ഓതാൻ അറിയാത്ത എത്രയോ മുസ്ലിമീങ്ങളുണ്ട്. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഖുർആനിൻ്റെ തജ്വീദ് കൃത്യമായി അതിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്. കാരണം തെറ്റുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അവിടെ ജലിയായ ഖതഉൻ ജലി ഉണ്ട്, വ്യക്തമായ തെറ്റുകൾ, അർത്ഥം തന്നെ മാറിപ്പോകുന്ന രൂപത്തിലെ തെറ്റുകൾ. ആ അർത്ഥം മാറിപ്പോവുക, ചില ഹറക്കത്തുകൾ മാറിയാൽ അർത്ഥം മാറിപ്പോവും, ചില അക്ഷരങ്ങൾ മാറിയാൽ അർത്ഥം മാറിപ്പോവും. ഇത് തെറ്റുകൾ ഒരാൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിസ്കാരത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ആൾ ഗൗരവത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. എന്നാൽ അതല്ലാത്ത ഖഫിയായ ചെറിയ തെറ്റുകളുണ്ടാകും. അത് തന്നെയും ഒരു വീഴ്ച തന്നെയാണ്. കാരണം അവന് ബാക്കിയുള്ള പല വിവരങ്ങളും അറിയാം, ദുനിയാവിൻ്റെ പല വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാം അറിയാം, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അറിയാം, അവിടെയുള്ള കാര്യങ്ങൾ അറിയാം, ഇൻ്റർനാഷണൽ വിഷയങ്ങൾ അറിയാം, എല്ലാ കാര്യത്തിനെക്കുറിച്ചും നല്ല ചർച്ച ചെയ്യാനും വാർത്തകളൊക്കെ കണ്ട് സകല പത്രങ്ങളൊക്കെ വായിച്ചു കൂട്ടിയൊക്കെ അറിയാം. പക്ഷെ ഖുർആനിൻ്റെ ഒരു വിഷയം അത് തെറ്റാതെ നന്നായി ഓതാൻ അറിയില്ല. അത് ഓതുന്ന സമയത്തിന് നാണാവുകയാണ്. എന്താണ് സഹോദരങ്ങളെ സംഭവിക്കുന്നത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു നമ്മോട് സംസാരിച്ച ഗ്രന്ഥമാണത്. അത് നന്നായി വൃത്തിയിൽ പാരായണം ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്, അള്ളാഹുവിൻ്റെ കിതാബിനോട് കാണിക്കേണ്ട മര്യാദയാണ്. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നേരിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഓൺലൈനിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒന്നും വേണ്ട, നല്ല കാര്യങ്ങളേത് ഒരാൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ നന്നായി അവന് ഖിറാഅത്ത് നന്നാക്കാൻ പറ്റും. പക്ഷെ പല ആളുകൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഖുർആൻ പാരായണം തന്നെ വല്ലപ്പോഴുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഖുർആൻ ഓതുകയാണെങ്കിൽ തപ്പി 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 എത്ര പ്രായം കഴിഞ്ഞിട്ടും ആ രൂപത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് സഹോദരങ്ങൾ അത് ശരിയല്ല. അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക തന്നെ വേണം. ഓതാൻ അറിയില്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായി മാറ്റിവെച്ച് അത് പഠിക്കുക തന്നെ വേണം. ഇത് നമ്മൾ ഓതിയിട്ടില്ല, ആരാ ഓതാനാണ്? ഇവിടെയുള്ള നസ്രാണികളോ, ഇവിടെയുള്ള യഹൂദരോ, ഇവിടെയുള്ള മറ്റ് മുശ്രിക്കുകളോ? മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് വലിയ നാണക്കേടാണത്. അതുകൊണ്ട് അത് വളരെ കൃത്യമായി പഠിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.